നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അടുത്ത് വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഒന്ന് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, രണ്ടാമത്തേത് ഹയർ സെക്കൻഡറി സ്കൂൾ ഡിപ്പാർട്ട്മെന്റിലെ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. അപ്പോൾ ഈ രണ്ട് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലാബ് അസിസ്റ്റന്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ LD-യെക്കാളും മുന്നേ എന്ത് ചെയ്യും, ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. മാത്രമല്ല സെക്രട്ടേറിയറ്റ് OA ആണെങ്കിലും ഏതാണ്ട് സെയിം മാസം, സെപ്റ്റംബർ മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത സെപ്റ്റംബർ മാസമൊക്കെ ഈ സെക്രട്ടേറിയറ്റ് OAയുടെ റാങ്ക് ലിസ്റ്റും എന്ത് ചെയ്യും, നിലവിൽ വരും. അപ്പോൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ LD പഠിച്ചിട്ട് അത്രത്തോളം എത്താത്ത ആൾക്കാർ, അല്ലെങ്കിൽ LDക്ക് മാർക്കൊക്കെ ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന, വിഷമം ചിന്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും മികച്ചൊരു ചാൻസ് ആണ് സെക്രട്ടേറിയറ്റ് OA പിന്നെ ലാബ് അസിസ്റ്റന്റ്. സെക്രട്ടേറിയറ്റ് OA നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 800+ അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു. ലാബ് അസിസ്റ്റന്റും ഒരു ജില്ലാതല എക്സാം ആണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാം നമുക്ക് സ്കോർ ചെയ്യാം. LD-യെക്കാളും നല്ല പോസ്റ്റാണ് ലാബ് അസിസ്റ്റന്റ് വരുന്നത്. നല്ല പോസ്റ്റ് മീൻസ് അത്ര ജോലിയൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കാം, നല്ലൊരു ജോലിയാണ് ഇത് ലാബ് അസിസ്റ്റന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, അതായത് എന്നാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്, ഇതിന്റെ പ്രിലിംസ്, മെയിൻസ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്താണ്, മാത്രമല്ല എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എന്നാ വരുന്നത്, നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ്, അങ്ങനെ ഫുൾ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സെക്രട്ടേറിയറ്റ് OA പിന്നെ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആദ്യം ഇവിടെ നമുക്ക് റെഫറൻസ് എടുക്കേണ്ടത് കഴിഞ്ഞ 2024, അത് കഴിഞ്ഞല്ല, ഈ വർഷം ഈ PSC പുറത്തിറക്കിയ ആനുവൽ കലണ്ടറാണ്. 2024 ആനുവൽ കലണ്ടറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് PSC 2024 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും ഏത് മാസമായിരിക്കും നടക്കാൻ പോകുന്നത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തിറക്കിയിട്ടുള്ള ആനുവൽ കലണ്ടർ. അപ്പോൾ ഈ ആനുവൽ കലണ്ടർ നിങ്ങൾ എടുക്കുക, അതിനകത്ത് 10th എന്നൊന്ന് സെർച്ച് ചെയ്യുക. നോക്കി സെർച്ച് ബാറിൽ കൊണ്ട് 10th എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ 10th എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, അതിനകത്ത് വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 10th പ്രിലിംസ് എക്സാം ആണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. ആ പ്രിലിംസിനകത്താണ് ഏതൊക്കെ വരുന്നത്, സെക്രട്ടേറിയറ്റ് OAയും പിന്നെ ലാബ് അസിസ്റ്റന്റ് ഒക്കെ വരുന്നത്. അതായത് 5 എക്സാംസ് ആണ് പ്രിലിംസ് ആയിട്ട് ചേർത്ത് നടക്കാൻ പോകുന്നത്. അതായത് 5 എക്സാമിനോട് ചേർത്ത് ഒരൊറ്റ പ്രിലിംസ് എക്സാം ആയിരിക്കും നടക്കാൻ പോകുന്നത്. ആ 5 എക്സാം വന്നിട്ട് ഒന്ന് കാറ്റഗറി നമ്പർ 134/2023 സ്റ്റോർ കീപ്പർ, 259/2023 സ്റ്റോർ കീപ്പർ, ഒന്ന് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും രണ്ടാമത്തേത് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മൂന്നാമതായിട്ട് വരുന്നത് അസിസ്റ്റന്റ് ടൈം കീപ്പർ. ദെൻ അത് കഴിഞ്ഞ് നാലാമത് വരുന്നത് നിങ്ങൾ കണ്ടോ, നാലാമത് വരുന്ന ഏതാണ്, ലബോറട്ടറി അസിസ്റ്റന്റ് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് അഞ്ചാമത് വരുന്നത് ഈ ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 447/2023. അത് കഴിഞ്ഞ് ഓഫീസ് അറ്റൻഡന്റ് 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം സെക്രട്ടേറിയറ്റിൽ. ഈ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, സെക്രട്ടേറിയറ്റ് OA എന്ന് വെച്ചാൽ, ഓഫീസ് അറ്റൻഡന്റ് എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ മാത്രമാണോ ജോലി കിട്ടുന്നത്? ഒരിക്കലുമല്ല, എല്ലാ ജില്ലകളിലും ജോലി കിട്ടും. കാരണം ഒന്ന്, സെക്രട്ടേറിയറ്റിന് എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്, അങ്ങനെ അവിടെ ജോലി കിട്ടാം. പിന്നെ PSCയിലൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിയമസഭ, അവിടെയൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ ലിസ്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 880+ അഡ്വൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുവരെ പോയിട്ടുണ്ട്. അത്യാവശ്യം നിയമനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. സോ പ്രധാനമായിട്ടും 2 എക്സാംസ്, ഒന്ന് ലബോറട്ടറി അസിസ്റ്റന്റ്, രണ്ടാമത്തേത് കേരള സെക്രട്ടേറിയറ്റിലെ OA. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് രണ്ടും 10th പ്രിലിംസിനകത്ത് വരുന്ന എക്സാമാണ്. സോ PSC കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എക്സാം എപ്പോഴായിരിക്കും, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ എക്സാം വരുന്നത്. കണ്ടായിരുന്നോ, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ. ഇപ്പോൾ ഒക്ടോബറിലെ കലണ്ടർ വന്നു, അതിനകത്ത് എക്സാം ഇല്ല. അത് കഴിഞ്ഞ് നവംബറിലെ കലണ്ടർ വന്നു, അതിനകത്തും എക്സാം ഇല്ല. ഇനി ഡിസംബർ മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രിലിംസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സെക്രട്ടേറിയറ്റ് OAയുടെയും പിന്നെ ലബോറട്ടറി അസിസ്റ്റന്റിൻ്റെയും പ്രിലിംസ് എക്സാം നമുക്ക് ഡിസംബറിൽ പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് വൺ, അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞ് അടുത്ത് എന്താണ്, മെയിൻസ് ആണ്. സോ മെയിൻസ് എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ, അവിടെയും PSC കലണ്ടറിനകത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ താഴേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം കാണാൻ പറ്റും ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് 10th ലെവൽ മെയിൻസ് എക്സാമിനേഷൻ 2024. ഇവിടെ നോക്കുക, ഫസ്റ്റ് വൺ ഒന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് എന്നായിരിക്കും എക്സാം വരുന്നത്, 2025 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരിക്കും. അതേപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടേറിയറ്റ് OA, അവിടെയും എക്സാം വരുന്നത് 2025 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രിലിംസ് ഈ ഡിസംബറിലും, ഇതിൻ്റെ മെയിൻസ് എപ്പോഴായിരിക്കും, 2025 അടുത്ത വർഷം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത്.
ആദ്യം നമുക്കിതിന്റെ പ്രിലിംസിന്റെ സിലബസ് എന്താണെന്ന് നോക്കാം. അതായത് സെക്രട്ടേറിയറ്റ് OAയുടെയും പിന്നെ ലാബ് അസിസ്റ്റന്റിന്റെയും പ്രിലിംസിന്റെ സിലബസ് എന്താണ്. ഈ കാണുന്നതാണ് PSC ഇപ്പോൾ തന്നിരിക്കുന്ന സിലബസ്. പക്ഷേ ഈ സിലബസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ സിലബസ് സെയിം ആണ്, പഴയ സിലബസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴയ സിലബസ് നമുക്കൊന്ന് എടുക്കാം. അതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണുന്നത് 2022 PSC പുറത്തുവിട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള സിലബസ് ആണ്. ഈ സിലബസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല, പിന്നെ കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, അത് 10 മാർക്കാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇന്ത്യൻ ജോഗ്രഫി വന്നിട്ട് എത്ര മാർക്കാണ്? ഇന്ത്യൻ ജോഗ്രഫി വന്നിട്ട് 10 മാർക്കാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത് ഇന്ത്യൻ ഹിസ്റ്ററി വന്നിട്ട് അവിടെയും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററി 10 മാർക്ക്. നെക്സ്റ്റ് വൺ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുമ്പോൾ ഒരു പൗരന്റെ മൗലിക അവകാശങ്ങൾ, കടമകൾ, ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും, അത് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. നെക്സ്റ്റ് വൺ അടുത്ത് കേരള ജോഗ്രഫി നോക്കുകയാണെങ്കിൽ കേരള ജോഗ്രഫി വന്നിട്ട് അതും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. സോ വേൾഡ് ജോഗ്രഫി എന്തില്ല, പ്രിലിംസിന്റെ സിലബസിനകത്ത് ഇല്ല. വേൾഡ് ഹിസ്റ്ററിയും എന്തില്ല, പ്രിലിംസിന്റെ സിലബസിനകത്ത് ഇല്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുന്നേറ്റങ്ങൾ, അതായത് കേരള ഹിസ്റ്ററി വന്നിട്ട് കേരള ഹിസ്റ്ററി, കേരള റെനൈസൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ് വരുന്നത്. നെക്സ്റ്റ് വൺ താഴേക്ക് വരുമ്പോൾ ജനറൽ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജനറൽ സയൻസ് വന്നിട്ട് ബയോളജി എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മീൻസ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗകാര്യങ്ങളും തുടങ്ങിയ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് 10 മാർക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഫിസിക്കൽ സയൻസ് നോക്കുകയാണെങ്കിൽ ആ ഫിസിക്കൽ സയൻസും എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മീൻസ് കെമിസ്ട്രി, ഫിസിക്സും കൂടെ ചേർത്തിട്ട് 10 മാർക്ക്. ആറ്റത്തിന്റെ ഘടന, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണം, ദെൻ ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം നിത്യജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, ദെൻ താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും ചേർത്തിട്ട് എത്ര മാർക്കാണ്? ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 10 മാർക്ക്. അപ്പോൾ മനസ്സിലാക്കുക, 2 സിലബസ് സെയിം ആണ്. നിങ്ങൾ നോക്കി, ഇതെല്ലാം 2 സിലബസും സെയിം ആണ്. പക്ഷേ ഇതിനകത്ത് എന്തില്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പുതിയ സിലബസിനകത്ത് ഇല്ല. അപ്പോൾ നമ്മൾ ഏത് ഫോളോ ചെയ്താൽ മതി? പഴയ സിലബസ് ഫോളോ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് താഴേക്ക് വരുമ്പോൾ മാത്സ് എത്ര മാർക്കാണ്? 20 മാർക്കാണ് മാത്സ് വരുന്നത്. മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്. പിന്നെ അത് കഴിഞ്ഞെടുത്ത് റീസണിങ് വന്നിട്ട് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് 10th പ്രിലിംസിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് പറയുന്നില്ല എങ്കിലും കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യാം, ഇതിനകത്ത് എല്ലാം ഏതുണ്ട്, കറണ്ട് അഫയേഴ്സും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് 10th പ്രിലിംസിൻ്റെ സിലബസ്. അതായത് 80 മാർക്ക് GK, പിന്നെ 20 മാർക്ക് മാക്സിമം റീസണിങ്ങും. പ്രിലിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷും മലയാളവും എന്തില്ല, പ്രിലിംസ് ഇല്ല. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ LGS ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും പ്രിലിംസിനകത്ത് ഒഴിവാക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് OA നമ്മൾ ഓഫീസ് അറ്റൻഡൻറ്റ് LGS ഒക്കെ ആണെങ്കിലും അതിനകത്ത് ഏതുണ്ട്, ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട്. ഏതിനകത്ത്? മെയിൻസിനകത്ത്. പ്രിലിംസിനകത്തല്ല, മെയിൻസിനകത്ത്. പ്രിലിംസിനകത്ത് നിങ്ങൾ ഈ കണ്ടതാണ് സിലബസ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇതിൻ്റെ മെയിൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ലാബ് അസിസ്റ്റൻറ്റ്, ദെൻ അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് OA, ഇതിൻ്റെ മെയിൻസിൻ്റെ എക്സാം 2025 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അവിടെ ഫസ്റ്റ് നമ്മൾ ലാബ് അസിസ്റ്റൻ്റ് സിലബസ് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് PSC ഇപ്പോൾ പുറത്തുവിട്ട ലാബ് അസിസ്റ്റൻ്റ് സിലബസ്. നിങ്ങൾക്ക് കാണാം, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 447/2023 തസ്തികയുടെ മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസ്. ഇത് നോക്കുകയാണെങ്കിലും OA നോക്കുകയാണെങ്കിലും ഓഫീസ് അറ്റൻഡന്റ് OA നോക്കുകയാണെങ്കിലും രണ്ടും ഒരേ സിലബസ് ആണ്. അതായത് മനസ്സിലാക്കുക, ലബോറട്ടറി അസിസ്റ്റന്റ് ആയാലും OA ആയാലും ഒറ്റ സിലബസ് ആണ്. പക്ഷേ ഇതിൻ്റെ എക്സാം എന്തായിരിക്കും? മെയിൻസിൻ്റെ എക്സാം രണ്ടായിട്ട് നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് OA ഒരു സംസ്ഥാനതല പരീക്ഷയാണ്. പക്ഷേ ലാബ് അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഒരു ജില്ലാതല പരീക്ഷയാണ്. അപ്പോൾ എക്സാം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. പക്ഷേ രണ്ടിൻ്റെയും സിലബസ് എന്താണ്? ഒന്നാണ്, ഒരേ സിലബസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ OAയുടെയും ലാബ് അസിസ്റ്റന്റെയും സിലബസ് സെയിം സാധനമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം എന്താണ്? സെയിം ആണ്. അതായത് ഹിസ്റ്ററി വന്നിട്ട് 5 മാർക്കാണ്. അത് കഴിഞ്ഞ് ജോഗ്രഫി വന്നിട്ട് 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ദെൻ കേരള ഗവർണൻസ് 5 മാർക്കാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്,
ദെൻ ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണെങ്കിൽ 3 മാർക്ക്, IT 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. സോ 20 മാർക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ടെങ്കിലും 20 മാർക്ക് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ദെൻ മാത്സ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള LDയുടെ സെയിം സിലബസ് ആണ്. അതായത് മനസ്സിലാക്കുക, പ്രിലിംസിന്റെ സിലബസ് എന്താണ്? കോമൺ, എല്ലാത്തിനും ഒരേ സിലബസ്. മെയിൻസ് വരുമ്പോൾ അവിടെയും എന്താണ്? ഒരേ സിലബസ് ആണ്. LDയുടെ സെയിം സിലബസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എഴുതുന്നില്ല LD എക്സാം, ഇപ്പോൾ നമ്മളൊക്കെ എഴുതിയ ആ LD എക്സാമിന്റെ സെയിം സിലബസ് ആണ് ഇതിന്റെ മെയിൻസിന്റെ എക്സാമിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഈ പ്രിലിംസിന്റെ മെയിൻസിന്റെ സിലബസ് ആണ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും സിലബസ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇതാണ് എക്സാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ, എത്ര അഡ്വൈസുകൾ പോയി അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മീൻസ് ഫസ്റ്റ് ഞാൻ എടുത്തേക്ക് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് ആണ്. ഈ ലാബ് അസിസ്റ്റന്റ് പ്രത്യേകത, ഇതൊരു ജില്ലാതല പരീക്ഷയാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2020 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് 2023 റാങ്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതായത് ഇന്ന് ലാബ് അസിസ്റ്റന്റിന് നിലവിൽ എന്തില്ല? ഒരു റാങ്ക് ലിസ്റ്റ് ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രിലിംസും മെയിൻസും നടക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അതായത് LDയെക്കാളും മുന്നേ ലാബ് അസിസ്റ്റന്റ് എന്ത് ചെയ്യും? അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കും. അപ്പോൾ LD എക്സാം ഇച്ചിരി പാടായവർ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയവർ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ബാക്കിയുള്ള എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നവർ, LD ഒക്കെ എനിക്ക് പാടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ആഞ്ഞു പഠിച്ചാൽ LDയെക്കാളും മുന്നേ എന്ത് ചെയ്യാൻ പറ്റും? ജോലി കയറാൻ പറ്റും. ക്ലിയർ ആണ്. കണ്ണൂർ ജില്ല മാത്രം നോക്കുകയാണെങ്കിൽ 67 അഡ്വൈസാണ് എന്ത് ചെയ്ത് മൊത്തത്തിൽ പോയത്. ഓരോ ജില്ലയിൽ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ തരത്തിൽ അഡ്വൈസ് പോകും. അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റ് OA നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 893 അഡ്വൈസ് ആണ് ടോട്ടൽ അഡ്വൈസ് എന്ത് ചെയ്തത്? പോയത്. 893 അഡ്വൈസ് സെക്രട്ടേറിയറ്റ് OA ഇതുവരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 27/9/2022 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നത്. നിലവിലെ റാങ്ക് ലിസ്റ്റിന് കാലാവധി 26/9/2025 വരെ കാലാവധിയുണ്ട്. അതായത് 2025 10ാം മാസം എന്ത് ചെയ്യാം? ഇതിൻ്റെ സെക്രട്ടേറിയറ്റ് OAയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് എക്സാമിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എക്സാം എന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പ്രിലിംസ് എന്താണ്, മെയിൻസ് എന്താണ്, പ്രിലിംസിൻ്റെ സിലബസ് എന്താണ്, മെയിൻസിൻ്റെ സിലബസ് എന്താണ്, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, എക്സാം ഡേറ്റ് എന്താണ്, അഡ്വൈസ് ഒക്കെ എത്ര പോവാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി, ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രിപ്പറേഷനൊക്കെ എന്ത് ചെയ്യുക? നന്നായിട്ട് കൊണ്ടുപോവുക, ഉഴപ്പരുത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു 4-5 മണിക്കൂർ എന്ത് ചെയ്യുക? പഠിക്കുക. ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുത്താൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുക. ഈ വരാൻ പോകുന്ന പരീക്ഷയിൽ ആദ്യത്തെ 10 റാങ്കിനകത്ത് നിങ്ങളുടെ പേര് കാണും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്, അത് നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ? ദൈവം അതിൻ്റെ ഫലം തന്നിരിക്കും. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാത്ത ഒരാളും എൻ്റെ അനുഭവത്തിലില്ല, എൻ്റെ അറിവിലില്ല. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ താങ്ക് യു ഓൾ. ബൈ.